പ്രതീക്ഷ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഇതിനോട് സഹകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി പ്രതിപക്ഷം പറയുന്നുമില്ല. ഇത് LDFന്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള പരിപാടി എന്നാണ് അവർ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെയാണ് സർക്കാർ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ പ്രതീക്ഷ ഈ സംഗമങ്ങളിലൂടെ? ഉന്മേഷ, ഈ തിരഞ്ഞെടുപ്പ് വർഷത്തിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിർണായകമായ ചുവടുവയ്പ്പാണ് ആഗോള അയ്യപ്പ സംഘവും ന്യൂനപക്ഷ സംഗമവും. ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ച ഘട്ടം മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് വിവിധ ഇടങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. രാഷ്ട്രീയ എതിർപ്പുകൾ അടക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആ സമുദായ സംഘടനകളെ ഒപ്പം നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു എന്നതാണ് വലിയ ആശ്വാസം. ഇതിന് പിന്നാലെയാണ് ന്യൂനപക്ഷ സംഗമവും സർക്കാർ സംഘടിപ്പിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ വലിയ വിമർശനമായി ഉയർന്നു വന്നത് ഈ നവോത്ഥാന മൂല്യങ്ങളിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു, യുവതീ പ്രവേശനത്തിൽ എടുത്ത നിലപാടിൽ നിന്നൊക്കെ സർക്കാർ പിന്നോട്ട് പോകുന്നു എന്നുള്ള ഒരു വലിയ വിമർശനമാണ് സർക്കാർ നേരിട്ടത്. ഒപ്പം ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്താനുള്ള നീക്കമായി ഇതിനെ പലരും വിമർശിക്കുകയും ചെയ്തു. പക്ഷേ അത്തരത്തിലുള്ള വിമർശനങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ന്യൂനപക്ഷ സംഗമം വഴി ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം, ഒപ്പം ന്യൂനപക്ഷ സമുദായങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയാക്കുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, അതിന് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മുന്നിൽ കണ്ടുള്ള സർക്കാരിന്റെ ഒരു നീക്കമായി തന്നെയാണ് പ്രധാനമായും രാഷ്ട്രീയ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. പക്ഷേ അപ്പോഴും വലിയ എതിർപ്പും ഒപ്പം വിമർശനവുമായി പ്രതിപക്ഷം രണ്ട് സംഗമത്തിനെതിരെയും രംഗത്ത് വരുന്നുണ്ട്. കാരണം ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു സംഗമങ്ങൾ നടത്തുന്നത് എന്നുള്ള ഒരു വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അയ്യപ്പ സംഗമത്തെ വിമർശിച്ച അതേ നിലപാടിൽ തന്നെയായിരിക്കും ന്യൂനപക്ഷ സംഗമത്തെയും പ്രതിപക്ഷം കാണുക. എന്തായാലും ഈ അയ്യപ്പ സംഗമത്തിന് പിന്നാലെ തന്നെ കൊച്ചിയിലോ കോഴിക്കോടോ ന്യൂനപക്ഷ സംഗമം നടത്താനാണ് സർക്കാർ ആലോചിക്കുന്നത്. വിവിധ സെമിനാറുകളും ഒപ്പം ന്യൂനപക്ഷ നേതാക്കളെ ഒക്കെ തന്നെ വിളിച്ച് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു സംഗമമായിരിക്കും നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ തന്നെ നടന്നു എന്നതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഉന്മേഷ, MG പ്രതീക്ഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.